ആദ്യമായിട്ടാണ് ഇതേപോലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ പലരും ചോദിക്കാറുണ്ട് ഞാൻ ഇവിടെ പഠിച്ചതെന്ന്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മഞ്ചേരി മാഗ്നസ് പഠിച്ച ഷെഫീഖ് അഫീദ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൽ നിന്നാണ് ഞാൻ പഠിച്ചതിന് ശേഷം നാട്ടിൽ ഇതായത്. പിന്നെ യഥാർത്ഥ എൻ്റെ ഈ വർക്കിലേക്ക് അതായത് ടോപ്പ് ലെവൽ വർക്കിലേക്ക് എത്തിപ്പെടാൻ കാരണം ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ എന്ത് ചെയ്തു, പലരുടെയും വീഡിയോ, അത് ഒരുപാട് ടെക്നിക്കൽ അറിയാം, ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ടാവും, അത് മലയാളീസായാലും പുറത്ത് പേരും വിദേശത്തുള്ളവരും എല്ലാവരും ഉണ്ടാവും. അവരൊക്കെ ഫോളോ ചെയ്തു, അവരുടെ വീഡിയോസ് ഞാൻ എന്ത് ചെയ്തു പരമാവധി കണ്ടു, അത് ചെയ്തു. അങ്ങനെയാണ് ഈ ലെവലിലേക്ക്, അത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ടോപ്പ് ലെവലിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലെനിക്ക് പറയാനുള്ളത് വെച്ചാൽ, പഠിച്ചറിഞ്ഞു പോയവർ, എൻ്റെ അടുത്തേക്ക് ട്രെയിനിങ് വന്ന ഒരാളെ ഒരു അനുഭവമാണ് പറയുന്നത്. വന്ന സമയത്ത് വർക്ക് എടുക്കാനും അതേപോലെ പഠിക്കാനും തീരെ ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇത്രയും പഠിക്കാനുള്ള ഫീസ് ഉണ്ടാവുമല്ലോ, ഈ ഫീ നിങ്ങൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ, വീട്ടിൽ നിന്ന് ഉമ്മ അല്ലെങ്കിൽ ഉപ്പയോ കൊടുത്തതാണോ ചോദിച്ചപ്പോൾ, സ്വന്തം വീട്ടുകാരുടെ പൈസക്ക് പഠിച്ച ആ സ്റ്റുഡൻറ്റ് വളരെ മോശമായിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് തീരെ താല്പര്യമില്ല, ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എനിക്ക് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഉമ്മയായിരിക്കാം, ചിലപ്പോൾ ഉപ്പയായിരിക്കാം, ചിലപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസക്കായിരിക്കും നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചതിന് ശേഷം നിങ്ങളും ജോലി കയറി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സ്വന്തം ഉമ്മാക്കോ അല്ലെങ്കിൽ ഉപ്പാക്കോ വീട്ടുകാർക്ക് കൊടുക്കുക. ആ പണം കൊണ്ട് നിങ്ങൾ കുതിരടിച്ചുകൊണ്ടും മറ്റുള്ള പരിപാടികൾ നടന്നിട്ടും ചിലവാക്കരുത്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസാണ്, നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അധ്യാപകനായിട്ട് മറ്റുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അവസാനമായിട്ട് ഒന്നുപാട് ചെറിയൊരു പോയിന്റാണ്, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുന്നു. ആദ്യ ചുവട് എപ്പോഴും കഠിനമായിരിക്കും, പക്ഷെ അത് അസാധ്യമല്ല. അതിനാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ജസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ മാഗ്നസിലെ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ നല്ല നിലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇവിടെ പഠിക്കുന്ന ടൈമിൽ? അതുപോലെ തന്നെ ഇനി ഇപ്പം ഇതിൽ കുറച്ച് കുട്ടികളെന്ന് പറയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കുള്ള മെസ്സേജ് എന്താണ്? അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പഠിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് വിദേശത്ത് പുറത്തൊക്കെയാണ്, സംസ്ഥാനത്തേക്ക്. അപ്പോൾ അവരെ ഭാഷ പഠിക്കാം, അവരുടെ ജീവിത ശൈലികൾ നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രായത്തിൽ കഴിയുമ്പോൾ അധികം നമുക്ക് പാരാപ്തങ്ങളും മനസ്സിലാവില്ല. പക്ഷെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു, ജീവിതം പഠിക്കുന്നു, അതേപോലെ പുറത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പെർഫോമൻസ് ആകുന്നു. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പുറത്ത് പോകുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ട്രെയിനിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അല്ലേ? അതിപ്പോൾ എന്തായിട്ട് തോന്നുന്നുണ്ട്? അത് അന്ന് അനുഭവിച്ചതോടെ ഇപ്പൊ നമുക്ക് ഒരു നിലയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നല്ലതാണോ പുറത്തിപ്പോ വിടുന്നുള്ള ട്രെയിനിങ് നിങ്ങളുടെ ഒരു അഭിപ്രായ പ്രകാരം? അതെ, ശരിക്കും പഠിക്കേണ്ടത് പുറത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ് നമുക്ക് ഏറ്റവും പഠിക്കേണ്ടത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വസ്ത്രങ്ങൾ, അതേപോലെ നമ്മളെ ഉപയോഗിക്കുന്ന വെള്ളം, ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അതേപോലെ ആവില്ല, നമുക്ക് മാറ്റങ്ങൾ വരും. അപ്പൊ അതിനെ നമ്മൾ തരണം ചെയ്യാനും ഇതിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതാണ്. ഐ വെൽക്കം മുഹമ്മദ് അനസ് ഓൺ സ്റ്റേജ്. അനസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.